അതുകൊണ്ട് രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ കുട്ടികൾ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ആ സമയത്ത് കൃത്യമായ സമയത്ത് വന്നില്ലെങ്കിൽ എവിടെ പോയി എന്നെന്ത് ചെയ്യണം, അന്വേഷിക്കണം, അതിന് വൈകരുത്. പിന്നെ രാത്രി അലയാൻ കുട്ടികളെ വല്ലാതെ വിടരുത്, ആണിനെയും വിടരുത് പെണ്ണിനെയും വിടരുത്. അത് എത്ര പുരോഗമനം പറഞ്ഞിട്ട് കാര്യമില്ല, അത് നിയന്ത്രിക്കണം. ഇപ്പോൾ ഈ വിവാഹ പാർട്ടികൾ ഉണ്ടാകുമ്പോൾ 2, 3, 4 ഒരാഴ്ച ദിവസമൊക്കെ ആ വിവാഹം നടക്കുന്ന വീട്ടിൽ പോയിട്ട് ഒന്നായിട്ട് കൂടുകയാണ് കുട്ടികൾ. ആ വീട്ടുകാർക്ക് തന്നെ അതൊരു പ്രയാസമാണ്, പറയാനോട്ട് കഴിയില്ല. എന്നിട്ട് അവരുടെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ട് അറിയും. ആ സന്ദർഭം ഉപയോഗിച്ചുകൊണ്ടാണ് എല്ലാ തെറ്റായ വഴിയിലേക്കും തീർന്ന് കുട്ടികൾ പോകുന്നത്. അതൊക്കെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതേപോലെ തന്നെ DJ പാർട്ടികൾ, അതിൽ ഏറ്റവും ട്യൂഷൻ സെൻ്ററുകൾ എടുത്തു പറയേണ്ടതാണ്. എല്ലാതും ഞാൻ പറയുന്നില്ല, വളരെ ക്വാളിറ്റേറ്റീവായിട്ട് പോകുന്നുണ്ട്. ചില ആളുകൾ എന്താ വെച്ചാൽ ട്യൂഷൻ സെൻ്ററിലേക്ക് കുട്ടികളെ കിട്ടാൻ വേണ്ടി എല്ലാ അഴിഞ്ഞാട്ടത്തിനും അവിടെ അവസരം ഒരുക്കി കൊടുക്കുകയും DJ പാർട്ടികൾ സംഘടിപ്പിക്കുകയും അതിങ്ങനെ ആഴ്ചയിൽ സംഘടിപ്പിക്കണ ട്യൂഷൻ സെൻ്റർ ഏതാ വെച്ചാൽ അവിടേക്ക് കുട്ടികൾ കൂടുതൽ പോകുക, അല്ലാത്ത ട്യൂഷൻ സെൻ്ററൊക്കെ അടച്ചു കൂട്ടേണ്ടി വരിക. ഇങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ നാട്ടിലുണ്ട്. അവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അധ്യാപകരെന്ന വേഷമിട്ട് ഈ കുട്ടികളെ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് കുരുതി കൊടുക്കുന്നതിൽ ഈ ട്യൂഷൻ സെൻ്റർ അധ്യാപകർക്ക് അതിൽ പങ്കുണ്ട്. ഈ സമയത്ത് അത് പറഞ്ഞു പോകണമെന്ന് അതിൽ ഇതിനൊക്കെ വിളിപ്പിച്ചു കൊടുക്കുന്നുണ്ട്, ഒരു പ്രശ്നമില്ലാതെ. അത് സ്കൂളിൽ നടക്കൂല, വേറെ സ്ഥലത്ത് നടക്കൂല, അപ്പോൾ ഇവിടെ നടക്കും. അപ്പോൾ അവിടെ വന്നുകൊണ്ട് കുട്ടികൾ ഇരിക്കും. വീട്ടിൽ എന്ത് പറയാം, ട്യൂഷൻ സെൻ്ററാണ്, അവിടുന്ന് ടൂർ പോകണമെന്ന് പറയാം. അപ്പോൾ ഇന്നാളെ ആ കൊലപാതകം ഉണ്ടായല്ലോ, ആ DJ പാർട്ടി കൊലപാതകം താമരശ്ശേരിയിൽ, അതൊക്കെ ഒരു ട്യൂഷൻ സെൻ്ററുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. ഇതൊക്കെ ഇനിയും കേരളം കണ്ടിട്ടില്ലെങ്കിൽ പഠിച്ചിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഇനിയും ആവർത്തിക്കും. അതുപോലെ തന്നെ അധ്യാപകർ കുട്ടികളിൽ കാണുന്ന മാറ്റം രക്ഷിതാക്കളുമായി സംസാരിച്ചു കൊണ്ടിരിക്കണം. അതുപോലെ ഈ കുട്ടികളോട് നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഈ കാര്യം ശ്രദ്ധിക്കണം. യാതൊരു തർക്കമല്ല, ഇതിൻ്റെ ദോഷം ആത്യന്തികമായിട്ട് നിങ്ങൾക്ക് തന്നെയാണ് വരിക. നിങ്ങളെ മാതാപിതാക്കൾക്കും അല്ല, നാട്ടുകാർക്കും അല്ല, രക്ഷിതാക്കൾക്കും അല്ല, ആർക്കും അല്ല. ഇതുകൊണ്ടുണ്ടാകുന്ന തിക്തഫലം. ഇപ്പോൾ ഈ കുട്ടി കണ്ടില്ല, മരണപ്പെട്ട അവസ്ഥ, ഒന്ന് സാഹചര്യം നോക്കി നിങ്ങൾ. അപ്പോൾ അത് അവസാനം എന്താ സംഭവിക്കുക, പ്രത്യേകിച്ച് പെൺകുട്ടികൾ, അവർക്കാണ് ഇതിൻ്റെ പരിക്ക് കൂടുക, ആൺകുട്ടികൾക്ക് അതിൻ്റെ പരിക്ക് വേറെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് 2 കൂട്ടരും ആ കാര്യം ചെയ്യണം, ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ സംഭവം നമ്മുടെ പുതിയ തലമുറക്കൊരു പാഠമാകട്ടെ. ഈ റീൽസിൽ കാണുന്നതല്ല ജീവിതം എന്നവർ മനസ്സിലാക്കട്ടെ. പ്രദർശന പരതയ്ക്ക് ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്നത് ആരാണോ അത് നല്ലോണം രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം. പെൺകുട്ടികളും ആൺകുട്ടികളും കണ്ണാടിയുടെ മുമ്പിലും അതുപോലെ റീൽസിൻ്റെ മുമ്പിലും കൂടുതൽ സമയം ചെലവഴിക്കുന്നുണ്ടെങ്കിൽ അവരുടെ വഴി തെറ്റിയിരിക്കുന്നുവെന്ന് മനസ്സിലാക്കണം.